Hi everyone, welcome back to my classroom. Today we are going to discuss a new chapter, material. Okay, it is one of the important element of cost. What are the elements of cost? Material cost, labor cost, expenses, other expenses. അല്ലേ മെറ്റീരിയൽ ലേബർ എക്സ്പെൻസ് പറഞ്ഞിട്ട് നമ്മൾ എന്തിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കോസ്റ്റിൻ്റെ എലമെൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഓരോ എലമെൻസും ഡയറക്റ്റും ഇൻഡയറക്റ്റും ഉണ്ടായിരിക്കും. നമ്മൾ മെറ്റീരിയൽസ് എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽ എന്താണ് മെറ്റീരിയൽ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മെറ്റീരിയൽ? മെറ്റീരിയൽസ് ആർ ദ ബേസിക് സബ്സ്റ്റൻസ് that are transformed into finished goods. Materials are the things used for producing an article for providing a service. Material includes raw material components, consumable stores, maintenance material, tools and primary packing materials. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കോമ്പണൻസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മെറ്റീരിയൽ എന്ന് വിളിക്കുക. ഫിനിഷ്ഡ് ഗൂഡ്സിലേക്ക് ഫോം ചെയ്യാനായിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് മെറ്റീരിയൽ. അത് ഒരു ആർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനോ സർവീസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ റോ മെറ്റീരിയൽ, കോമ്പണൻറ്റ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, മെയിൻ്റനൻസ് മെറ്റീരിയൽ, ടൂൾസ്, അങ്ങനെ പല രീതിയിലുള്ള മെറ്റീരിയൽസ് ഉണ്ടാവാം. സ്റ്റോഴ്സ് പറഞ്ഞാൽ എന്താണ്? റോ മെറ്റീരിയൽ തന്നെയാണ് ഇത് സ്റ്റോഴ്സ് പറയുന്നത്. റോ മെറ്റീരിയൽ വിച്ച് ആർ പർച്ചേസ്ഡ് ഫോർ സ്റ്റോക്ക് പർപ്പസ് ടു ബി ഇഷ്യൂഡ് ടു ഡിഫറെൻറ്റ് വർക്ക് ഓർഡേഴ്സ് ആസ് ആൻഡ് വെൻ റിക്വയേർഡ് ആർ കോൾഡ് സ്റ്റോഴ്സ്. എന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ അത് സ്റ്റോക്ക് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എൻക്വയറി വന്നു കഴിഞ്ഞാൽ അവർക്ക് റിക്വയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യാനായിട്ട് കുറച്ച് മെറ്റീരിയൽ ആദ്യമേ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയലിനെ നമ്മൾ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. സംടൈംസ് ദ ടേം സ്റ്റോഴ്സ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ഐറ്റംസ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ഓഫ് സ്മോൾ വാല്യൂ സച്ച് ആസ് നട്ട്സ്, പിൻസ്, സ്ക്രൂസ് എക്സെട്ര. ചില സമയത്ത് സ്റ്റോഴ്സ് പറയുമ്പോൾ അതിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നെറ്റ്സ്, അതേപോലെ തന്നെ പിന്നി, സ്ക്രൂ, ഇങ്ങനെയുള്ള സ്മോൾ ഐറ്റംസ് ഇതിനൊക്കെ ചേർത്ത് നമ്മൾ സ്റ്റോഴ്സ് വിളിക്കാറുണ്ട്. ദ സ്റ്റോഴ്സ് ഇൻക്ലൂഡ് നോട്ട് ഓൺലി റോ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ബട്ട് ഓൾസോ അതർ ഐറ്റംസ് ഹെൽഡ് ഇൻ സ്റ്റോക്ക് ഇൻ ദി സ്റ്റോർ റൂം. അതായത് നമ്മൾ മെറ്റീരിയൽ പ്രൊഡക്ഷൻ പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അല്ലാത്തതും നമ്മൾ സ്റ്റോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ടൂൾസ്, കോമ്പണൻസ്, പാറ്റേൺ, മെയിൻ്റനൻസ് മെറ്റീരിയൽ, ഇതിനൊക്കെ നമ്മൾ സ്റ്റോഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ദി സ്റ്റോഴ്സ് ഓൾസോ ഇൻക്ലൂഡ്സ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. വർക്ക് ഇൻ പ്രോഗ്രസ് അതുപോലെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഒക്കെ സ്റ്റോക്കിനെ നമ്മൾ സ്റ്റോഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ദെൻ അനദർ ടേം ഇൻവെൻറ്ററി. മെറ്റീരിയൽ, സ്റ്റോഴ്സ്, ഇൻവെൻറ്ററി, ഇതൊക്കെ നമ്മൾ മാറി മാറി യൂസ് ചെയ്യുന്ന ഓരോ ടേമുകളാണ്. അപ്പോൾ എന്താണ് ഇൻവെൻറ്ററി? ദ ടേം ഇൻവെൻറ്ററി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ഫ്രഞ്ച് വേർഡ് ഇൻവെൻറ്റയർ ആൻഡ് എ ലാറ്റിൻ വേർഡ് ഇൻവെൻറ്റോറിയം. ബോത്ത് മീൻസ് എ ലിസ്റ്റ് ഓഫ് തിങ്സ് ഫൗണ്ട്. Dictionary meaning of inventory is stock of goods or list of goods. The term inventory simply means stock. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻവെൻറ്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് തന്നെയാണ്. സ്റ്റോക്ക് ഓഫ് ഗൂഡ്സ് അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് ഗൂഡ്സ്, ഇതിനൊക്കെയാണ് നമ്മൾ ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. അത് ഫ്രഞ്ച് വേർഡായിട്ടുള്ള ഇൻവെൻറ്റയർ അതുപോലെ ലാറ്റിൻ വേർഡായിട്ടുള്ള ഇൻവെൻറ്റോറിയം, ഇതിനൊക്കെയാണ് അത് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. മീനിങ് രണ്ടിൻ്റെയും ഒന്ന് തന്നെയാണ്, ലിസ്റ്റ് ഓഫ് തിങ്സ് ഫൗണ്ട്. Then inventory means any stock of direct or indirect materials or finished items or both stocked in order to meet the expected and unexpected demand in future. ഫ്യൂച്ചറിൽ വരുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്നതോ എക്സ്പെക്റ്റ് ചെയ്യാത്തതോ ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ ആവശ്യം, അത് ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് കീപ്പ് ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഫിനിഷ്ഡ് നേച്ചറിലുള്ള അല്ലാത്തതുമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസിനും ചേർത്ത് നമ്മൾ വിളിക്കുന്നതാണ് സ്റ്റോക്ക്. ഇൻവെൻറ്ററി ഇൻക്ലൂഡ്സ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് സ്റ്റോഴ്സ്. സ്റ്റോഴ്സിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഒക്കെ സ്റ്റോക്കിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇൻവെൻറ്ററി. Then another important topic is technique or methods of materials or inventory or stores. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ അല്ലെങ്കിൽ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെറ്റീരിയൽ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്റ്റോഴ്സ് കൺട്രോൾ ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ ഇൻവെൻറ്ററി കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കുകളാണ്. അതിൽ ഫസ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ. What is the classification and codification of material? That is, for efficient storage, proper classification and codification of material is necessary. That is, classification of material refers to grouping of material according to their nature on a suitable basis.
ഓർ ഇൻ ടു എ സ്യൂട്ടബിൾ കാറ്റഗറീസ്. മെറ്റീരിയൽസിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ മെറ്റീരിയലിനെ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. അയൺ, അലുമിനിയം, കോപ്പർ അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെക്കാം. നമുക്ക് അയൺ മാത്രം ഒരു കാറ്റഗറി, അലുമിനിയം മാത്രം വേറൊരു കാറ്റഗറി, അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് വെക്കാം, ഗ്രൂപ്പ് ചെയ്ത് വെക്കാം. അത് മെറ്റലായിട്ട് സോപ്പ് ഐറ്റംസ് വേറെ, അല്ലെങ്കിൽ കോട്ടൺ വേറെ, അങ്ങനെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ് വേറെ, അങ്ങനെ പലതരത്തിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ദെൻ അത് നമുക്ക് യൂസ് ചെയ്യാനും പെട്ടെന്ന് എടുക്കാനും വയ്ക്കാനും എവിടെ വെച്ചിരിക്കുന്നതെന്നൊക്കെ അറിയാനും ഒക്കെ വളരെ ഈസി ആയിരിക്കും. അതേപോലെ കോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗിവിങ് ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സ് ഓർ ലെറ്റേഴ്സ് ഓർ സിമ്പിൾസ് to each item of material to facilitate easy identification. പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഓരോ മെറ്റീരിയലിന് ലെറ്റേഴ്സോ നമ്പറൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുക. അതിനെയാണ് ഒരു കോഡ് അസൈൻ ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് കോഡിഫിക്കേഷൻ എന്ന് വിളിക്കും. ഡബിൾ ബിൻ സിസ്റ്റമാണ് രണ്ടാമത്തെ ഒരു ടെക്നിക്ക്. ഡബിൾ ബിൻ സിസ്റ്റം മീൻസ് 2 ബിൻ സിസ്റ്റം. രണ്ട് ബിൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അണ്ടർ ദിസ് സിസ്റ്റം 2 ബിൻസ് ആർ മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് മെറ്റീരിയൽ. ഫസ്റ്റ് ബിൻ ടേംഡ് ആസ് എ റണ്ണിങ് ഓർ എ റെഗുലർ ബിൻ. റെഗുലർ ഓർ എ ഡേ ടു ഡേ ഇഷ്യൂസ് ആർ മെയ്ഡ് ഫ്രം ദിസ് ബിൻ. ഇതിനകത്ത് നമ്മൾ 2 ബിന്ന് മെയിൻറ്റെയിൻ ചെയ്യും. 2 ബിന്നിൽ ഫസ്റ്റ് ബിന്നിൽ റണ്ണിങ് റെഗുലർ ബിന്നാണ് എന്ന് വെച്ചാൽ ഡേ ടു ഡേ ഇഷ്യൂസ് അതൊന്നും എടുത്തിട്ടാണ് കൊടുക്കുന്നത്. രണ്ടാമത്തെ ബിൻ എന്ന് പറയുന്നത് സെക്കൻഡ് ബിൻ ഈസ് ടേംഡ് ആസ് എ റിസർവ് ഓർ മിനിമം സ്റ്റോക്ക് ബിൻ. അത് നമ്മൾ റിസർവ് ചെയ്ത് വെക്കുന്ന ബിന്നാണ്. അതൊന്നും റെഗുലറായിട്ട് ഇഷ്യൂ ചെയ്യില്ല. അത് നമ്മൾ റിസർവ് ചെയ്ത് വെക്കും മെറ്റീരിയൽസ്. ഇറ്റ് കണ്ടെയ്ൻസ് എ മിനിമം സ്റ്റോക്ക്. ഒരു മിനിമം സ്റ്റോക്ക് അതിനകത്ത് ക്യാപ്റ്റ് ചെയ്ത് വെക്കും. ദീസ് ആർ നോട്ട് ഇഷ്യൂഡ് നോർമലി നമ്മളത് ഇഷ്യൂ ചെയ്യില്ല. മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ഫ്രം ദിസ് ബിൻ ഓൺലി വെൻ സ്റ്റോക്ക് ഈസ് റണ്ണിങ് ബിൻ ഈസ് എക്സോസ്റ്റഡ്. എങ്ങാനും റണ്ണിങ് ബിന്നിലുള്ള, അതായത് ഡേ ടു ഡേ ഇഷ്യൂ ചെയ്യുന്ന ബിന്നിൽ ഒന്നും ഇല്ലെങ്കിൽ, മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ, ആ എമർജൻസി കേസിലൊക്കെയാണ് ഈ റിസർവ് ബിന്നിൽ നിന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഡബിൾ ബിൻ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ മെറ്റീരിയൽ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ലെവൽസ്. ദാറ്റ് ഈസ് സ്റ്റോഴ്സ് ലെവൽസ് പറയുമ്പോൾ ഡിഫറെൻറ്റ് ലെവൽസ് കെപ്റ്റ് ചെയ്യും. അതിനകത്ത് എന്ന് പറയുന്നത്, അതായത് ഓവർ സ്റ്റോക്ക് ചെയ്യാതിരിക്കാൻ, മിനിമം സ്റ്റോക്ക് കീപ്പ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ മാക്സിമം ലെവൽ ഓഫ് സ്റ്റോക്ക് എത്രയാണ്, മിനിമം ലെവൽ ഓഫ് സ്റ്റോക്ക് എത്രയാണ്, റീ ഓർഡർ ലെവൽ എത്ര, നമ്മൾ ഇനി ഓർഡർ ചെയ്യേണ്ട ലെവൽ ഓഫ് സ്റ്റോക്ക് എത്രയാണ്, ഡേഞ്ചർ ലെവൽ, ആ ലെവലിലോട്ട് എത്താൻ പാടില്ല, ആ സ്റ്റോക്ക് ലെവൽ ഏതാണ്, ആവറേജ് സ്റ്റോക്ക് ലെവൽ ഏതാണ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സ്റ്റോക്ക് ലെവൽസ് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാം. അപ്പോൾ ആ ലെവൽസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്യാതെ നോക്കാൻ സാധിക്കും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ദെൻ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, EOQ, ദാറ്റ് ഈസ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് defined as a quantity which is the most economical to order at a time. അതല്ലെങ്കിൽ ഇറ്റ് ഈസ് an ordering quantity which minimize the total cost of inventory. The optimum or most favorable or economic quantity should be purchased at a time. ഒരൊറ്റ ടൈമിൽ മോസ്റ്റ് എക്കണോമിക്കലായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി എത്രയാണ്. ഇപ്പോൾ റീ ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും ഓർഡർ ചെയ്യാനുള്ള ക്വാണ്ടിറ്റി, അത് ലെസ് കോസ്റ്റിൽ ആ ഒരു ഒപ്റ്റിമം ലെവലിൽ നമുക്ക് എങ്ങനെയാണ് മോസ്റ്റ് ഫേവറബിളായിട്ട് ഉള്ള ഒരു ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് EOQ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ EOQ എന്ന് പറഞ്ഞാൽ ഓർഡറിങ് ക്വാണ്ടിറ്റിയാണ് വിച്ച് മിനിമൈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി നമുക്ക് മിനിമൈസ് ചെയ്യാൻ സാധിക്കും. ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി എന്ന് പറയുന്നത് അതിനകത്ത് ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഉണ്ടായിരിക്കും. ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് പർച്ചേസിങ്ങിന് പ്ലേസിങ്ങിന് ഓർഡർ പ്ലേസ് ചെയ്യാൻ വരുന്ന കോസ്റ്റാണ്. ബൈയിങ് കോസ്റ്റ് എന്നും നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ഹോൾഡിങ് ഇൻവെൻട്രി ഓർ ക്യാരിങ് ഇൻവെൻട്രി, സ്റ്റോറേജ് കോസ്റ്റ്, ഇത് ഇൻവെൻട്രി ക്യാരി ചെയ്യാൻ വരുന്ന കോസ്റ്റ്, ഈ 2 കോസ്റ്റുമാണ് ടോട്ടൽ കോസ്റ്റിൽ വരുന്നത്. അപ്പോൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക, അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ദറ്റ് ഈസ് ഓർഡേർഡ് ഷുഡ് ബി നൈദർ ടു ലാർജ് ഓർ ടു ലെസ്. ഒരുപാട് കൂടാനും കുറയാനും പറ്റില്ല. ഒരു എക്കണോമിക് ലെവലിൽ എത്ര നമുക്ക് ഒരു മിനിമം കോസ്റ്റിൽ പർച്ചേസ് ചെയ്യാം ഒരൊറ്റ പ്രാവശ്യമായിട്ട് എന്നുള്ളതാണ്. ഓവറായിട്ട് ബൾക്കായിട്ട് വാങ്ങിച്ച് വെച്ച് സ്റ്റോറേജ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസൊന്നും ഉണ്ടാവില്ല. അതല്ലെങ്കിൽ ഓവർ സ്റ്റോക്ക് ആകുമ്പോൾ അത് മെറ്റീരിയൽ ഡാമേജിനും സ്പോയിലേജിനും ഒക്കെ കാരണമാവും. അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് കീപ്പ് ചെയ്യാൻ വേണം, അത്യാവശ്യ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണം, ഓവറായിട്ട് ഇരിക്കാനും പാടില്ല. അങ്ങനെ ആ ഒരു ലെവലിൽ എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റോക്കിനെ ആ ഒരു രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ EOQ കൊണ്ടുള്ള
ബെനഫിറ്റ്സും ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. EOQ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രോബ്ലംസ് അതൊക്കെ നമ്മൾ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻസ് നമുക്ക് പറയാം. നെക്സ്റ്റ്, മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഓർ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ. It is one of the important technique of material control. It is the ratio of cost of material consumed during a given period to average stock during that period. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാണുക, അതല്ലെങ്കിൽ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ കാണുക. ടൈംസിലാണ് അത് എക്സ്പ്രസ് ചെയ്യുക. ദറ്റ് ഈസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മെറ്റീരിയൽ കൺസ്യൂം ചെയ്തതിൻ്റെ സ്റ്റോക്ക് കണ്ടുപിടിക്കുക, ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. വട്ട് ഈസ് ആവറേജ് സ്റ്റോക്ക്? ഇറ്റ് ഈസ് എ ആവറേജ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ദാറ്റ് മീൻസ് ആവറേജ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണ് നമ്മൾ ആവറേജ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു വർഷം നമ്മൾ എത്ര തവണ പർച്ചേസ് ചെയ്യേണ്ടി വരും, നമ്മൾ ഇൻവെൻട്രി വാങ്ങേണ്ടി വരും എന്നുള്ളത്, എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എത്ര ഡേയ്സ് കൂടുമ്പോഴാണ് വാങ്ങേണ്ടി വരിക, ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഡേയ്സിൽ നമ്മൾ ചെയ്യുമ്പോൾ 365 ഡേയ്സ് അല്ലെങ്കിൽ 360 ദിവസം അങ്ങനെ എടുക്കാം. 360 ഡേയ്സ് ഡിവൈഡഡ് ബൈ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഇൻ ടൈംസ്. എത്ര പ്രാവശ്യം എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടാവും മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ. അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം എത്ര ദിവസം കൂടുമ്പോൾ നമുക്കിത് വാങ്ങേണ്ടി വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മന്ത്ലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, എത്ര മാസങ്ങൾ കൂടുമ്പോൾ വാങ്ങേണ്ടി വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? 12 മന്ത്സ് ഡിവൈഡഡ് ബൈ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, അപ്പോൾ എത്ര പ്രാവശ്യം മെറ്റീരിയലിന് ടേൺ ഓവർ ചെയ്യേണ്ടി വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു രീതിയിലും മെറ്റീരിയൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഇംപ്രസ്ഡ് സിസ്റ്റമാണ്. ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് മെറ്റീരിയൽ കൺട്രോളിൻ്റെ മറ്റൊരു ടെക്നിക്കാണ് അല്ലെങ്കിൽ മെത്തേഡാണ് എന്നൊക്കെ നമുക്ക് പറയാം. ഇംപ്രസ്ഡ് സിസ്റ്റത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് ക്യാഷ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ക്യാഷിൻ്റെ ഇംപ്രസ്ഡ് സിസ്റ്റം, അതുപോലെ സ്റ്റോക്കിലും ഇംപ്രസ്ഡ് സിസ്റ്റം വരുന്നുണ്ട്. അടുത്തത് സെലക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സെലക്റ്റീവ് ഇൻവെൻറ്ററി കൺട്രോൾ മെത്തേഡ്. സെലക്റ്റീവ് ഇൻവെൻറ്ററി കൺട്രോൾ മെത്തേഡിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 എണ്ണമാണ് വരുന്നത്. ABC അനാലിസിസ് ആൻഡ് BED അനാലിസിസ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, അവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ സിസ്റ്റം ഉണ്ട്. സ്റ്റോക്ക് വെരിഫിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ പറയുന്നത് മെയിനായിട്ട് 2 മെത്തേഡാണ് വെരിഫിക്കേഷൻ സിസ്റ്റത്തിൽ. അതിൽ പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റം ഉണ്ട്, പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റം ഉണ്ട്. പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റത്തിൽ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ അക്കൗണ്ടിങ് ഇയർ ലാസ്റ്റിലൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ചെയ്യാണ്. സ്റ്റോക്ക് വെരിഫിക്കേഷൻ ചെയ്യുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്നുള്ളത് ഫിസിക്കലി കൗണ്ട് ചെയ്യുക, അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് കാണിക്കുക. പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റത്തിൽ ഹാഫ് ഇയർലിയോ അല്ലെങ്കിൽ ഇയർലിയോ ഒക്കെ അത് ചെയ്യാം. പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ചെയ്യുന്നത് ആക്ച്വൽ സ്റ്റോക്ക് എത്രയാണോ എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. അതിൻ്റെ സ്റ്റോക്ക് റെക്കോർഡ്സ് വെച്ചിട്ട് കമ്പയർ ചെയ്യുക. അതായത് സ്റ്റോക്ക് റെക്കോർഡ്സിൽ എത്ര റെസീറ്റ് എത്ര സ്റ്റോക്ക് നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ളത് എന്ന് കാണിക്കുക. ഇന്ന ഡേറ്റിന് ഇത്ര രൂപയുടെ സ്റ്റോക്ക് നമ്മൾ റിസീവ് ചെയ്തു എന്നുള്ളതും ഇന്ന ഡേറ്റിന് ഇത്ര രൂപയുടെ സ്റ്റോക്ക് ഇവിടുന്ന് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ കാണിച്ചിട്ടുള്ള റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റത്തിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഓട്ടോമാറ്റിക് ഇൻവെൻട്രി സിസ്റ്റം എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇതിനെ പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റത്തിനെ. ഈ പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റം അതുപോലെ പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. Perpetual inventory system is a method of recording stores balance after every receipt and issue. നമ്മൾ പറഞ്ഞു ഓരോ റെസീറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യും, ഓരോ ഇഷ്യൂ നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ബാലൻസ് എത്ര കയ്യിലുണ്ട് എന്നുള്ളത്, സ്റ്റോക്ക് ഇപ്പോൾ എത്രയാണ് ബാലൻസ് ആയിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിലൂടെ നമുക്ക് ഇനി എത്ര സ്റ്റോക്ക് ആവശ്യമായിട്ട് വരും, സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. Okay, അപ്പോൾ perpetual inventory system is a system of records maintained by controlling department which reflect a physical movement of stocks and their current balance. Perpetual inventory system എന്ന് പറയുന്നത് ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ ലെവൽ അല്ലെങ്കിൽ അതിൻ്റെ റെസീറ്റും അതുപോലെ ഇഷ്യൂവും റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റമാണ്. കൺട്രോളിങ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ റെക്കോർഡിംഗ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്കിൻ്റെ മൂവ്മെൻ്റ് ആണ്, അതിൻ്റെ കറൻറ്റ് ബാലൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓട്ടോമാറ്റിക് ഇൻവെൻറ്ററി സിസ്റ്റം. ദെൻ അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അനദർ മെത്തേഡാണ് ഇത് സ്റ്റോക്ക് വെരിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ,
സ്റ്റോക്ക് വെരിഫിക്കേഷൻ സിസ്റ്റം, പിന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഒന്ന് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ പറഞ്ഞു. അതിനകത്ത് മെറ്റീരിയലിൻ്റെ ക്ലാസിഫൈ ചെയ്യുക, കോഡ് അസൈൻ ചെയ്യുക, ഡബിൾ ബിൻ സിസ്റ്റത്തിൽ 2 ബിന്ന് കീപ്പ് ചെയ്തിട്ട് അതിലൂടെ സ്റ്റോഴ്സിനെ കൺട്രോൾ ചെയ്യാം. അതുപോലെ സ്റ്റോക്ക് ലെവൽസിൽ മിനിമം ലെവൽ, മാക്സിമം ലെവൽ, റീഓർഡർ ലെവലൊക്കെ കണ്ടുപിടിക്കാം. ഡേഞ്ചർ ലെവൽ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചിട്ട് സ്റ്റോക്കിനെ കൺട്രോൾ ചെയ്യാം. അടുത്തത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയാണ് പറഞ്ഞത്. അത് നമുക്ക് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തന്നെയുണ്ട്. മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാം. അതിലൂടെ നമുക്ക് മെറ്റീരിയൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ സിസ്റ്റം ഇപ്പോൾ 2 മെത്തേഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞു. അടുത്തത് ഇംപ്രസ്ഡ് സിസ്റ്റം നമ്മൾ പറഞ്ഞു അല്ലേ. ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അതിനകത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഡിറ്റർമിനേഷൻ ഓഫ് എ മാക്സിമം ലെവൽ ഓഫ് ബിൻ ആൻഡ് പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ ഓഫ് സ്റ്റോക്ക് ലെവൽസ് ഇൻ ദ ബിൻ. ദിസ് ബിൻ ഈസ് ദെൻ ഫിൽഡ് അപ്പ് റിക്വയർഡ് ഇമ്മീഡിയറ്റ്ലി ടു ദി മാക്സിമം ലെവൽ. അതിനകത്ത് നമ്മൾ സ്റ്റോക്കിൻ്റെ ലെവൽ ആദ്യം കണ്ടുപിടിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്, സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതിനകത്ത് മാക്സിമം ലെവൽ ഓഫ് സ്റ്റോക്ക്, ഒരു ബിന്നിൽ വേണ്ട മാക്സിമം ലെവൽ ഓഫ് സ്റ്റോക്ക് എത്രയാണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യും. പീരിയോഡിക്കലി അതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. സ്റ്റോക്ക് ലെവൽ എത്ര എത്തി എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ എന്ത് ചെയ്യും, എത്രയാണോ ഇനി അതിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ടുള്ളത്, മാക്സിമം ലെവൽ ഇല്ലെങ്കിൽ അതിലേക്ക് അതിങ്ങനെ ഇട്ട് കൊടുത്ത് ആ ഒരു ലെവലിൽ എപ്പോഴും ഇങ്ങനെ കീപ്പ് ചെയ്യുക. അതാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്, സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാനുള്ള. പിന്നെ നമ്മൾ സെലക്റ്റീവ് കൺട്രോൾസ് മെത്തേഡ് പറഞ്ഞു, അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിനകത്ത് ABC അനാലിസിസും VED അനാലിസിസും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നത്. അതിൽ ABC അനാലിസിസ് ഓൾവേസ് ബെറ്റർ കൺട്രോൾ മെത്തേഡാണ്. ആൽഫബറ്റിക് കൺട്രോളും പിന്നെ നമുക്ക് വിളിക്കാം ആൽഫബറ്റിക് കൺട്രോൾ, അതായത് ഓൾവേസ് ബെറ്റർ കൺട്രോൾ. ഇതിനകത്ത് നമ്മൾ മെറ്റീരിയലിനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യും. ABC വാല്യൂ ബേസിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, ABC എന്ന് ഡിവൈഡ് ചെയ്യുന്നത്. A കാറ്റഗറിയിൽ ഹൈ വാല്യൂ മെറ്റീരിയലാണ് ഉണ്ടാവുക. B കാറ്റഗറിയിൽ ഒരു മീഡിയം വാല്യൂ, മോഡറേറ്റ് ലെവലിലുള്ള വാല്യൂ ഓഫ് മെറ്റീരിയലാണ് ഉണ്ടാവുക. Cയിൽ ലോ വാല്യൂ മെറ്റീരിയലാണ് ഉണ്ടാവുക. അപ്പോൾ ഹൈ വാല്യൂ മെറ്റീരിയൽ നമുക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ടോട്ടൽ കോസ്റ്റിൻ്റെ 70% വരും. B കാറ്റഗറിയിൽ 25% വരും. അതേപോലെ ലാസ്റ്റ് കാറ്റഗറിയിൽ 5% വരും. അതേപോലെ എത്ര ഐറ്റംസ് വേണമെന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഹൈ വാല്യൂ മെറ്റീരിയൽ അത്ര ഒരുപാടൊന്നും ആവശ്യം വരില്ല. ലോ വാല്യൂ മെറ്റീരിയലാണ് കൂടുതലായിട്ട് ആവശ്യം വരിക. അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് നോട്ട് തന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതേപോലെ VED അനാലിസിസും വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ എന്ന് പറഞ്ഞിട്ട് പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. അതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ലാസ്റ്റ് വൺ ജിറ്റാണ്. ജിറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി ടെക്നിക്കാണ്. ഇവിടെ ജിറ്റ് പ്രൊഡക്ഷൻ, ജിറ്റ് പർച്ചേസിങ്, ജിറ്റ് ഡെലിവറി, അതായത് ജസ്റ്റ് ഇൻ ടൈം പ്രൊഡക്ഷൻ, ജസ്റ്റ് ഇൻ ടൈം പർച്ചേസിങ്, ജസ്റ്റ് ഇൻ ടൈം ഡെലിവറി. ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല, സ്റ്റോക്കായിട്ട് കീപ്പ് ചെയ്യുന്നില്ല. ഇവിടെ ചെയ്യുന്നത് എത്രയാണോ നമുക്ക് റിക്വയർമെൻറ്റ്, ഓർഡർ വരുമ്പോൾ നമ്മളത് ഇൻസ്റ്റൻ്റായിട്ട് പർച്ചേസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് ഡെലിവർ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യമേ കുറേ വാങ്ങി പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നൊരു സിസ്റ്റം അല്ല ഇവിടെ. എപ്പോഴാണോ നമുക്ക് ഓർഡർ വരുന്നത് അതിനനുസരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യും. ആ സമയത്ത് ജസ്റ്റ് ഇൻ ടൈം പർച്ചേസിങ് ചെയ്യും, ജസ്റ്റ് ഇൻ ടൈം പ്രൊഡക്ഷൻ ചെയ്യും, ജസ്റ്റ് ഇൻ ടൈം ഡെലിവറി ചെയ്യും. ആ ഒരു ടെക്നിക്കാണ് ജിറ്റ് ഇൻവെൻട്രി ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മെത്തേഡ്സ് എന്ന് പറയുന്നത്. 1 by 1 ആയിട്ട് നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം.